ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി നടത്താൻ പോവുകയാണ്. ആർക്ക് വേണ്ടിയാണ്? കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയാണ്. ഇത് ഓൾ കേരള എക്സാം ആണ്. കേരളത്തിൽ PSC എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഇതിൽ സൗജന്യമായിട്ട് തന്നെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ആ ഒരു എക്സാമിനേഷന് ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ടെസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി പാസ്സാകുന്ന ആ ഒന്നാം റാങ്കുകാരന് നമ്മൾ ഈ ഒരു കോഴ്സ് തികച്ചും സൗജന്യമായിട്ട് നൽകും. രണ്ടാം റാങ്കുകാരന് നമ്മുടെ ബുക്കും സൗജന്യമായിട്ട് നൽകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ ആകർഷകമായ ഡിസ്കൗണ്ടിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെയാണ് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള കാര്യമെങ്കിലും ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്നതിലുപരി നമ്മൾ ഈ പരീക്ഷ നടത്തുന്നത് കേരള PSC നടത്തുന്ന പരീക്ഷകളുടെ അതേ മാതൃകയിലായിരിക്കും. നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പഠന നിലവാരം എവിടെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കും ടോപ്പർക്ക് കിട്ടുന്ന മാർക്കും നമ്മുടെ പരീക്ഷയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് മാർക്കും ഉണ്ടായിരിക്കും. ഏകദേശം എല്ലാ പരീക്ഷകൾക്കും PSC നടത്തുന്ന പരീക്ഷകൾക്ക് ഈ മാർക്കുകൾ തന്നെയാണ് പലപ്പോഴും വരുന്നത്. അപ്പോൾ ഏണസ്റ്റ് അക്കാഡമിയുടെക്ക് കൃത്യമായിട്ടൊരു റിസർച്ച് വിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വരുന്ന ടോപ്പ് സ്കോറിനോട് അടുത്ത് നിൽക്കുന്ന 1-2 മാർക്കിന്റെ വ്യത്യാസമൊക്കെയാണ് കേരളത്തിലെ ടോപ്പർ അക്യൂർ ചെയ്യുന്നത്. കട്ട് ഓഫ് മാർക്കും ഏറെക്കുറെ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വിലയിരുത്തുവാനും ആ വിലയിരുത്തുന്ന ലെവലിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠനം ഉയർത്തിക്കൊണ്ടുപോകാനും പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഈ പരീക്ഷ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ നേട്ടം. ബാക്കി നേട്ടങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നതാണ്. ഒന്നാമനും രണ്ടാമനും ഒക്കെ ആവുന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങളുടെ പഠനത്തെ വിലയിരുത്തുവാനുള്ള ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരും, കേരളത്തിൽ ഇതൊക്കെ അപേക്ഷിച്ചിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക? ഇതിന് അപേക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി നമുക്ക് 11 ഡിസംബർ 2024 10 മണി മുതൽ 13 ഡിസംബർ 2025 5 മണി വരെ നമ്മൾ ഒരു സമയം തരുന്നുണ്ട്. ഈ ഒരു സമയത്തിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഓൺ ടൈമിൽ ജോയിൻ ചെയ്ത് 1.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പരീക്ഷ എഴുതാൻ കയറുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? കറക്റ്റ് പരീക്ഷയുടെ സമയം നിങ്ങൾക്ക് അനുവദിച്ച് തരും. അതിനകത്ത് നിങ്ങൾക്ക് എഴുതി ക്ലോസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് പോകാം. ഈ ഒരു സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇത്രയും വലിയൊരു സമയമുണ്ട്, അതിനിടയ്ക്ക് 1.25 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നേട്ടത്തിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതിന് തുല്യമാണ്. ഒരു ചിലവുമില്ല, നിങ്ങളുടെ വിലപ്പെട്ട സമയം മാത്രമാണ് ഇതിനു വേണ്ടി എഫേർട്ട് വേണ്ടി വരുന്നത്. അങ്ങനെ ആ കിട്ടുന്ന സ്കോറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാനും, കുറവാണെങ്കിൽ നന്നായിട്ട് എഫേർട്ട് ഇട്ട് നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നസ് മനസ്സിലാക്കി ഒന്ന് എഫേർട്ട് ഇട്ട് മുമ്പോട്ട് പോയാൽ നിങ്ങൾക്കും ആകാം 1ാം റാങ്കുകാരൻ. ഇനി 1ാം റാങ്കുകാരനും 2ാം റാങ്കുകാരനൊക്കെ ആവുന്നവർ എന്താ ചെയ്യേണ്ടത്? അവരുടെ പഠനം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. 1ആയി 2ആയി എന്ന് കരുതി ചവിട്ടി പുറകോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആമയുടെയും മുയലിനെയും കഥയിൽപ്പെട്ട പോലെ നിങ്ങൾ പിന്നിലേക്ക് പോകുമെന്നൊരു അവസ്ഥയുണ്ട്. അപ്പം നന്നായിട്ട് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് തരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കയറി എക്സാം എഴുതാവുന്നതാണ്. ഇനി പറയുവാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. വെബിനാറിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 13 വൈകുന്നേരം 8 മണിക്കാണ്. മേഡം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ അഡ്വൈസും കൃത്യമായിട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? വെബിനാറിൽ പങ്കെടുക്കുക. വെബിനാറിൽ പങ്കെടുക്കാനും നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നേരിട്ട് തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത് ഓൺലൈൻ മീഡിയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. എക്സാമിനേഷന് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഡേറ്റ് വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാൻ മതിയായ സമയം കിട്ടും എന്നുള്ളതാണ്. വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഏതൊരു പരീക്ഷയ്ക്കും കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി വെച്ച് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് മേക്കിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ കിട്ടി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് ജോലി എന്നുള്ളതാണ്. ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നമുക്ക് കൃത്യമായ സ്ട്രാറ്റജിയും വേ ഓഫ് പ്രിപ്പറേഷനും വേണം. അത് കൃത്യമായി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഈ ഒരു വെബിനാർ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പരീക്ഷയെ പറ്റിയും നിങ്ങളുടെ പഠനത്തെ പറ്റിയൊക്കെയുള്ള എല്ലാ സംശയങ്ങളും കൃത്യമായി തീർക്കാൻ ഈ വെബിനാർ നിങ്ങളെ സഹായിക്കും. അപ്പോൾ വെബിനാറിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ ഒരു
ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഞങ്ങളുടെ ബുക്ക് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ സയൻസ് എക്സാമുകൾക്കെല്ലാം ഇപ്പം കഴിഞ്ഞു പോയ എല്ലാ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനും വളരെയധികം സഹായിച്ചിട്ടുള്ള ബുക്കാണ് നമ്മുടേത്. നമ്മൾ ഈ ബുക്ക് 2 എഡിഷൻ ഇറക്കി. ഇപ്പം നമ്മൾ 2ാമത്തെ എഡിഷൻ്റെ റീപ്രിൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2nd എഡിഷൻ വാങ്ങിയിട്ടുള്ള ആരും ഈ ബുക്ക് വാങ്ങാൻ നിൽക്കരുത്. കാരണം നിങ്ങൾക്കത് പ്രയോജനപ്പെടത്തില്ല. ഫസ്റ്റ് എഡിഷൻ വാങ്ങിയവർ വീണ്ടും വാങ്ങുന്നതുകൊണ്ട് കാര്യമുണ്ട്. കാരണം അപ്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന PSC പരീക്ഷയുടെ വരെ ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിസിക്കൽ ഡോക്യുമെൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ അസറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ബുക്ക് എന്നുള്ളതാണ്. എപ്പോഴും ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അതിൻ്റെ ഓപ്ഷനുകളുടെ ഉൾപ്പെടെയുള്ള എക്സ്പ്ലനേഷനുകളും നമ്മളെ വലിയൊരു അസറ്റായിട്ട് നമ്മളെ കൈത്താങ്ങായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഈ ബുക്ക് വാങ്ങുന്നതിന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നേരിട്ട് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ബുക്കിൻ്റെ വില 750 ആണ്. അതിനൊപ്പം ചെറിയൊരു പോസ്റ്റൽ ചാർജ് കൂടി വരും. കൂടാതെ നമുക്ക് ഓൺലൈനിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങൾ അടൂർ വഴി സഞ്ചരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അടൂരിൻ്റെ പരിസരങ്ങളിലുള്ള ഒരാളാണെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വെറും 750 രൂപ മാത്രമേ ഈ ബുക്കിന് ചിലവ് വരികയുള്ളൂ എന്നുള്ളതാണ്. ഇനിയും എടുത്തു പറയേണ്ട ഒരു കാര്യം, ബുക്ക് വളരെ പരിമിതമായ നമ്പറിലേ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ബുക്ക് ഏത് നിമിഷം സോൾഡ് ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കോപ്പി ഉറപ്പിക്കുക എന്നുള്ളതാണ്. ബുക്ക് വാങ്ങിയിട്ടില്ലാത്തവർ ഉടൻ തന്നെ ബുക്ക് വാങ്ങി നിങ്ങളുടെ പ്രിപ്പറേഷനിലൊരു വലിയൊരു അസറ്റായിട്ട് നോക്കുക. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു ബുക്ക് വാങ്ങുക, വെബിനാറിൽ പങ്കെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെസ്റ്റ് സീരീസിൽ പങ്കെടുത്ത് നിങ്ങളുടെ പഠന നിലവാരം അളക്കുക. ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇനി കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ നമുക്ക് ഉന്നതമായ റാങ്കാണ് ഏണസ്റ്റ് അക്കാഡമിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ നേടിയെടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്കും നടന്നെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഏണസ്റ്റ് അക്കാഡമി. അതുകൊണ്ട് തന്നെ ഏണസ്റ്റ് അക്കാഡമിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. ഉയർന്ന റാങ്ക് എന്ന ലക്ഷ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.